ചെറുപുഴയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത സർക്കാർ അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് സജീവ് ജോസഫ് എം.എൽ.എ. ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. വ്യവസായ സൗഹൃദമെന്നും പാവപ്പെട്ടവർ ഇല്ലാത്ത സംസ്ഥാനമെന്നുമെല്ലാം മേനി നടിക്കുന്ന കേരളത്തിലാണ് കൃഷി നഷ്ടത്തിലായി സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് വീണ്ടും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തതെന്നും എം.എൽ.എ. പറഞ്ഞു. ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. വെറും കർഷകനല്ല, സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ ലഭിച്ച ജില്ലയിലെ തന്നെ മികച്ച കർഷകരിലൊരാളായ ഏലിയാസ് അമ്പാട്ടാണ് വിഷം കഴിച്ച ചികിത്സയിലിരിക്കെ ഞായറാഴ്ച മരിച്ചത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കർഷകർക്കുള്ള സബ്സിഡി പോലും അദ്ദേഹം വിഷം കഴിച്ചതിന് ശേഷമാണ് ലഭിച്ചത്. ആ മനോവിഷമം അദ്ദേഹം പലരോടും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അത് സമയത്ത് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ആത്മഹത്യ തന്നെ ഒഴിവാക്കാമായിരുന്നുവെന്നും സജീവ് ജോസഫ് എം.എൽ.എ. പറഞ്ഞു. നല്ല കർഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലത് മാത്രമേ ജനങ്ങൾക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള സബ്സിഡികൾ, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ ഒന്നും തന്നെ സമയത്ത് കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾ കൃഷി വകുപ്പ് അദ്ദേഹത്തിന് അക്കൗണ്ടിലേക്ക് മാറിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സമയത്ത് തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ഇതുപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങളാണ് മലയോര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കർഷക ആത്മഹത്യകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർക്കഥയായി മാറുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ അടുത്ത കാലത്ത് വേറെയും കർഷകർ മലയോര മേഖലയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വന്യമൃഗശല്യവും വിലസ്ഥിരതയില്ലാത്തതും കാലാവസ്ഥാ വ്യതിയാനവും മറ്റും മലയോര കർഷകർക്ക് എന്നും വെല്ലുവിളിയാണ്. ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും സംസ്ഥാന ബജറ്റിലും കേന്ദ്ര ബജറ്റിലും കർഷകക്ഷേമ പദ്ധതികളൊന്നും തന്നെ ഇല്ല എന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.